ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും അടുത്ത ദിവസം രാവിലെ സെയിം ബസാറിലാണ്. പിന്നെ നമ്മളൊരു ബുള്ളറ്റൊക്കെ എടുത്തിട്ട് കറങ്ങാനുള്ള പരിപാടിയാണ്. മാർക്കറ്റ് വീണ്ടും സജീവമായിട്ടുണ്ട്. ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള മാർക്കറ്റാണ് ഇത്. മാർക്കറ്റല്ല, ബസാർ. ഭയങ്കര ആംബിയൻസാണ്. രാത്രി ഞങ്ങൾ ഇന്നലെ ഒരു 9-9:30 മണി വരെ ഇവിടെ തന്നെയായിരുന്നു. നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ട്രാവോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു സംഭവം നടന്നു കേട്ടോ. രാത്രി ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിലിരിക്കുന്ന സമയത്ത് ഫേസ് ഇതിലൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സംസ്കാർ ആർട്സിൽ അവൻ കയറിപ്പോയിട്ട് 100 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു പോലും 100 റുപ്പീസിന് എനിക്ക് ബെസ്റ്റ് ഷോൾ വേണമെന്ന്. അപ്പോൾ അവർ കുട്ടിയായതുകൊണ്ട് തന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലും എനിക്ക് ഉമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പയും ഉമ്മയും അറിയാതെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ അടിപൊളി കശ്മീരി പഷ്മിന ഷാള് ഫേസിക്ക് ഗിഫ്റ്റ് കൊടുത്തു. 1 രൂപ മേടിക്കാതെ ഫ്രീ ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ സ്നാക്സും അതുപോലെ ചോക്ലേറ്റ്സൊക്കെ മേടിച്ച് വന്നതാണ് അവർക്ക് തിരിച്ച് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസി. പിന്നെ എന്തായാലും ഒരു ഭയങ്കര രസമായിരുന്നു. ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവമായിരുന്നു. നമ്മളങ്ങനെ ക്ലാസിക് 350 റെൻറ്റിനെടുത്തു. ഇതാണ് നമ്മുടെ ഗാഡി. കുറച്ച് ദിവസം ഇത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ 1600 രൂപയാണ് കേട്ടോ ഒരു ദിവസത്തെ റെൻറ്റ്. അത് 500 ആണെങ്കിൽ 1800-2000 രൂപ വരെയും, ഹിമാലയൻ ആണെങ്കിൽ 2500 രൂപ വരെയാണ് ഒരു ദിവസത്തെ റെൻറ്റ്. അപ്പോൾ നമ്മൾ 350 ആണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നേരെ പോകുന്നത് കർദുംഗ്ല പാസിലേക്കാണ്. കർദുംഗ്ല പാസ് എല്ലാവർക്കും അറിയാമല്ലോ, ലോകത്തിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആയിട്ടുള്ള കർദുംഗ്ല പാസിലാണ്. 17,800 സംതിങ് 850 മറ്റോ ഫീറ്റ് ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 20 മിനിറ്റിൽ കൂടുതലൊന്നും നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ കർദുംഗ്ല പാസിൽ ആ റോഡിലേക്ക് കയറി ഉടനെ നമുക്കൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നമ്പറും പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസും കൊടുക്കണം. നേരെ കർദുംഗ്ലയിലേക്കാണ്. കർദുംഗ്ല നല്ല മഞ്ഞ് വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല റോഡാണ്, കുത്തനെയുള്ള മലയാണ്, പക്ഷേ റോഡ് നല്ല റോഡാണ്. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. താഴെ കാണുന്നത് ലേ ആണ് കേട്ടോ. ലേ സിറ്റിയാണ് ആ കാണുന്നത് മുഴുവൻ. ഇവിടെ എന്തോ കാര്യമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ താഴ്വരയിൽ ചെറിയ വില്ലേജുകളുണ്ടോ, അടിപൊളിയായിട്ട് ഗ്രീനറിയിൽ വില്ലേജുകളുണ്ട്. ദൂരെ കാണുന്നതാണ് ലേ സിറ്റി. വീണ്ടും ഒരു അടിപൊളി വില്ലേജ് ഉണ്ടോ, ചുറ്റും മലകൾ, ഒന്നുമില്ലാത്ത ഒരു ഡ്രൈ മലകൾ, അതിൻ്റെ നടുവിൽ മലഞ്ചെരുവിലായിട്ട് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള അടിപൊളി വില്ലേജ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകൾ. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ.
ഒരു രക്ഷയില്ലായിരുന്നു. എത്ര മിലിറ്ററി വണ്ടികളാണ് വന്നത് അറിയോ. ഇതിങ്ങനെ പോകുന്നുണ്ടോ, നമ്മളെ പാസ് ചെയ്തിട്ട് നമ്മൾ വന്ന വഴികളാണത്, അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. രോമ എഴുന്നേറ്റ് വന്നു. എല്ലാവർക്കും സല്യൂട്ട് കൊടുത്തു, അവരൊക്കെ തിരിച്ച് സല്യൂട്ട് വന്നു. ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. രോമൊക്കെ എഴുന്നേറ്റ് വന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭടന്മാരെ കണ്ടപ്പോൾ. പിന്നെ പോന്ന് നോക്കിയാൽ ആ വണ്ടികൾ മുഴുവൻ താഴെ കൂടെ ഇങ്ങനെ നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ അത്. അങ്ങനെ ലൈനായിട്ട് പോന്ന് നോക്കിയേ. നമ്മളങ്ങനെ കർദുംല ലക്ഷ്യമാക്കി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ അത് ഫുള്ള് മഞ്ഞുമല. ഇതുവരെ ഡ്രൈ ആയിട്ടുള്ള ചൂടൻ അവസ്ഥയാണെങ്കിൽ ദൂരെ മുഴുവനും അങ്ങനെ വെള്ള കളറിൽ മഞ്ഞുമലകൾ, തെളിഞ്ഞ ആകാശം മൊത്തം ഇങ്ങനെ ബ്രൈറ്റായിട്ട് ആ മഞ്ഞുമലകൾ. അപ്പോൾ തണുപ്പും ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. അടിപൊളി കാഴ്ചകൾ. നമ്മളങ്ങനെ സൗത്ത് പൊള്ളു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയും നമ്മൾ വണ്ടി ഡീറ്റെയിലും പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ഏകദേശം 15,300 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് റൈഡേഴ്സിനെ, ബൈക്ക് റൈഡേഴ്സിനെ നമ്മൾ വഴിയിൽ നിന്നേ കണ്ടുമുട്ടി വന്നിരുന്നു. ഇവരേതാണെന്നറിയോ, നമ്മൾ ജെസ്പേയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ജെസ്പേന്ന് കണ്ടുമുട്ടി അതേ ടീമാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. 15,300 ഫീറ്റാണ് ആൾട്ടിറ്റ്യൂഡ്. നമ്മളിനി നേരെ കർദുങ്ങിലേക്കാണ്. 17,982 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കണ്ടുമുട്ടിയ റൈഡേഴ്സിൻ്റെ ഒപ്പം നമ്മളും യാത്ര തുടരുകയാണ്.
കയറി വന്നപ്പോൾ കാഴ്ചകളുടെ ഭംഗിയൊക്കെ അങ്ങോട്ട് മാറി വേറെ തലത്തിലെത്തിട്ടോ. ഫുള്ള് മഞ്ഞ് വീഴ്ച, ചുറ്റും മഞ്ഞുമലകൾ, പിന്നെ കാലാവസ്ഥ നന്നായിട്ട് മാറി, നല്ല തണുപ്പടിച്ച് കയറാൻ തുടങ്ങി. പിന്നെ ഫുള്ള് ചുറ്റും മഞ്ഞുമലകളല്ലാതെ വേറൊന്നുമില്ല. ഇതുവരെ നമ്മൾ താഴെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള മലകളായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഫുള്ള് മഞ്ഞുമലകളാണ്. ഒരു രക്ഷയില്ലാത്ത യാത്ര. ഓ, ഞങ്ങളങ്ങനെ കർദുംഗ്ല പാസിലുള്ളത്. ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന കർദുംഗ്ല പാസ്. 17,982 ഫീറ്റ് മുകളിൽ അങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് ഞങ്ങൾ മേലെ കയറിയിട്ടാണ്. ബൈജിയൊക്കെ ഫൈമിയൊക്കെ അവിടെ എങ്ങനെ എവിടെ? യെസ് സാർ. ഫൈമി ഫുള്ള് മലയാളീസാണ്. ഇത് മൊത്തം മലയാളികളാണ്. കേരളത്തിൽ ഏതോ ഒരു പിന്നെ ചായക്കടയിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ. ഇതെവിടുന്നാണ് മഞ്ഞൊക്കെ എടുത്തിട്ട്? എടാ കൈ പിടിച്ച തെന്നും കൈ പിടിച്ചു. യു ഫ്രം? ഓ, നൈസ് ടു മീറ്റ് യു. Yeah, Wayanad. निकाल रहा हूँ. चलो. चलो हो गया, बहुत हो गया. आगे पार्क पे लेके आगे फोटो खींच लेना. चलो പെണ്ണുന്നുണ്ടോ? चलो. ഹായ്. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? देखो यहाँ तक पहुँच गई है. चलो आजा चलो. आजा चलो. हाँ फोटो
കർദുങ്ല പാസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, അതായത് വാഹനം കൊണ്ട് പാസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് എന്നാണ് പറയുക. 2 മാസം മുമ്പ് വരെ ഇതായിരുന്നു, പക്ഷേ 2 മാസം മുമ്പ് ആ സ്ഥാനം കർദുങ്ല പാസിന് മാറിയിട്ടുണ്ട്. ഉംലിംഗ്ല പാസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹയസ്റ്റ് മോട്ടറബിൾ പാസ് 2 മാസം മുമ്പ് മിലിറ്ററി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ 19,300 ഫീറ്റാണ് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കർദുങ്ല പാസ് എന്ന് പറയുന്നത് 17,982, അതായത് ഏകദേശം 18,000 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡാണ്. അതായത് അതിനേക്കാൾ 1,300 ഫീറ്റ് കൂടുതലുണ്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഉംലിംഗ്ല പാസ്. ഞങ്ങൾ മലപ്പുറം. Hey, let's do the Matar Kachi dance. Slowly, slowly. Hey. 18,000 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാന്ന് പറയുമ്പോൾ തന്നെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. 20 മിനിറ്റ് കൂടുതലൊന്നും ഇവിടെ ആരും സ്പെൻഡ് ചെയ്യരുത്. കാരണം 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. അതുപോലെ തലവേദന പോലുള്ള ആൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്ന പല ആളുകൾക്കും, നമ്മുടെ കൂടെയുള്ള പല മലയാളികളെയും മിലിറ്ററി ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്സിജൻ്റെ അളവ് കുറയുന്നതിന് ഒരേ ഒരു ഇത്. ഭാഗ്യത്തിന് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഏകദേശം അരമണിക്കൂറിനടുത്ത് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ നുബ്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ നുബ്രയിലെ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബൈ ഫ്രം മനാഫ്.